ഹൗസ് ഓഫ് പാഷൻ്റെ പുതിയൊരു സെഗ്മെൻറ്റിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ പുതിയ സെഗ്മെൻറ്റിൽ നമുക്ക് ഗസ്റ്റായിട്ട് ലഭിച്ചിരിക്കുന്നത് കൊച്ചിൻ സർവകലാശാലയിലെ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിലെ അധ്യാപകനായ ഡോക്ടർ സുദീപ് ഇളയിടമാണ്. അദ്ദേഹത്തെപ്പറ്റി പറയുകയാണെങ്കിൽ അദ്ദേഹം 25 വർഷത്തെ അധ്യാപനവും അതുപോലെ തന്നെ 13 വർഷത്തെ ഗവേഷണ പരിജ്ഞാനവുമുള്ള ഒരു അധ്യാപകനാണ്. അപ്പോൾ നമ്മുടെ ഇതിലേക്ക് നമുക്ക് ഡോക്ടർ സുദീപ് ഇളയിടത്തിനെ സ്വാഗതം ചെയ്യാം. വെൽക്കം സർ. സർ, പൊതുവേ നമുക്ക് ഈ കമ്പ്യൂട്ടർ സയൻസ് നല്ല ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു ഇതാണെന്നുള്ള ഒരു പൊതുവേ അങ്ങനെ ഒരു ഇതുണ്ട്. അപ്പോൾ അതെങ്ങനെയാണ്, അത് ശരിയാണോ, അതും എല്ലാവർക്കും അത് എങ്ങനെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നതാണ് എന്നൊക്കെയുള്ളൊരു ഡൗട്ട്സ് ഉണ്ടാവും പൊതുവേ വിദ്യാർത്ഥികൾക്ക്, അല്ലേ? അപ്പോൾ നമുക്കത് എങ്ങനെയാണ്, അപ്പോൾ ഒന്ന് പറയാമോ? കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് തീർച്ചയായിട്ടും ഇപ്പോൾ ഈ കാലഘട്ടത്തിന് ഏറ്റവും ചേർന്ന, അതായത് ഏറ്റവും കൂടുതൽ തൊഴിൽ സാധ്യതയുള്ള പല ബ്രാഞ്ചുകളിൽ ഒരെണ്ണമാണ് തീർച്ചയായിട്ടും. പക്ഷേ എല്ലാവരും ഈ കമ്പ്യൂട്ടർ സയൻസ് തന്നെ പഠിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. മാത്രമല്ല, നമ്മളൊരു കരിയർ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ വളരെ സൂക്ഷിച്ച് നമ്മൾ തിരഞ്ഞെടുക്കണം. കാരണം നമുക്ക് അഭിരുചിയുള്ള ഒരു സാധനം തന്നെ വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇൻട്രസ്റ്റിംഗ് ആണ് തീർച്ചയായിട്ടും. അത് വേറൊരാൾക്കുള്ള ഒരു ഇൻട്രസ്റ്റ് അല്ല നമ്മൾ നോക്കേണ്ടത്, നമുക്ക് അതൊരു പാഷനേറ്റ് ആണോ എന്ന് നമ്മൾ നോക്കിയിട്ട് വേണം അത് തിരഞ്ഞെടുക്കാൻ. ഇപ്പോഴത്തെ ഒരു ഇത് അങ്ങനെയാണല്ലോ, മാതാപിതാക്കൾക്ക് അതാണ് ഇഷ്ടം, കുട്ടി അത് പഠിക്കും, അങ്ങനത്തെ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്ക് പലപ്പോഴും അനുഭവം ഉണ്ടായിട്ടുണ്ട്. കുട്ടികൾ ഒരു 90% കുട്ടികളും 90% കുട്ടികളും കമ്പ്യൂട്ടർ സയൻസ് ഇഷ്ടപ്പെട്ട് തന്നെ വരുന്നവരാണ്. പക്ഷെ ഒരു 10% ആൾക്കാർ അച്ഛനും അമ്മയും പറഞ്ഞു വന്നിട്ട് കോഴ്സ് ഇടയ്ക്ക് വെച്ചിട്ട് ഒക്കെ നിർത്തേണ്ട അവസ്ഥ അത് വളരെ കുറവാണ്. പക്ഷേ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് വളരെ നല്ലൊരു ബ്രാഞ്ചാണ്, ഇന്ന് ഏറ്റവും തൊഴിൽ സാധ്യതയുള്ളൊരു ബ്രാഞ്ചാണ്. പക്ഷെ നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ നമുക്കത് പൂർണ്ണമായിട്ട് അത് ഇഷ്ടത്തോടു കൂടി അതിനുള്ള ആപ്റ്റിറ്റ്യൂഡ് ഉണ്ടോ എന്ന് മനസ്സിലാക്കിയിട്ട് വേണം നമ്മളത് തിരഞ്ഞെടുക്കാൻ. ഓക്കെ. അപ്പോൾ കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ പഠിക്കുമ്പോൾ എങ്ങനെ ആയാലും ഒരു കരിയർ കണ്ടെത്താം? കമ്പ്യൂട്ടർ സയൻസിൻ്റെ കമ്പ്യൂട്ടർ സയൻസിലേക്ക് കരിയർ എന്നുള്ളതിന് പറയുന്നതിന് മുൻപ് ഞാൻ 2-3 കാര്യങ്ങൾ പറഞ്ഞോട്ടെ. നമുക്ക് കമ്പ്യൂട്ടർ സയൻസിൽ തന്നെയാണോ അഭിരുചി ഉള്ളത് എന്ന് മനസ്സിലാക്കുന്നതാണ് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത്. ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, കുട്ടികൾക്ക് ഇപ്പോൾ ഒരു മാത്തമാറ്റിക്കൽ എബിലിറ്റി, അതുപോലെ തന്നെ നമുക്ക് തന്നെ ചെറുപ്പത്തിൽ നമുക്ക് നോക്കിയാലറിയാം, നമ്മൾ മാത്തമാറ്റിക്സിൽ നമുക്കൊരു നാച്ചുറലി ഒരു ഇൻക്ലിനേഷൻ ഉണ്ടോ? അതെ. അതുപോലെ തന്നെ നമുക്കിപ്പോൾ ചില കുട്ടികളെ നമ്മൾ ഇപ്പോൾ ഈ എസ്പെഷ്യലി ജെൻസി കുട്ടികൾ നോക്കുമ്പോൾ അവർ തന്നെ ആപ്സ് ഒക്കെ എടുത്തിട്ട് ഇൻസ്റ്റാൾ ചെയ്യുക, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് ഒക്കെ എടുത്ത് തന്നെ ചെയ്യുക. ഇങ്ങനെ ചെയ്യുന്ന കുട്ടികൾ നാച്ചുറലി കമ്പ്യൂട്ടർ സയൻസിൽ നന്നാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഇന്നിപ്പോൾ പല ടെസ്റ്റുകൾ അവൈലബിൾ ആണ്. അതിൻ്റെ പേരാണ് സൈക്കോമെട്രിക് ടെസ്റ്റുകൾ എന്നാണ് അതിൻ്റെ പേര്. സൈക്കോമെട്രിക് ടെസ്റ്റ്, കരിയർ സാഥി, അതൊക്കെ വളരെ നല്ല ടെസ്റ്റുകളാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറേ ടെസ്റ്റുകൾ ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, നമ്മളൊരു കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുൻപ് ഇത്തരത്തിലുള്ള അഭിരുചി ടെസ്റ്റുകൾ ചെയ്യുന്നത് വളരെ നല്ലതാണ്. തീർച്ചയായിട്ടും MBTI എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകൾ വളരെ യൂസ്ഫുള്ളാണ്. അപ്പോൾ അത് ചെയ്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് വളരെ നന്നായിട്ട് അത് മനസ്സിലാവും. നമുക്കത് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ അത് നമ്മൾ കമ്പ്യൂട്ടർ സയൻസിൽ ശോഭിക്കുമോ എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കും. ആഫ്റ്റർ ദ കോഴ്സ് എങ്ങനെയാണ് അവരുടെ ഒരു ലൈഫ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതൊക്കെ അല്ലേ? അതെ. പിന്നെ ഇത് പറയുകയാണെങ്കിൽ ഇതിലെ പ്രധാന സബ്ജക്ട്സുകൾ, കമ്പ്യൂട്ടർ സയൻസിലെ പ്രധാന സബ്ജക്ട്സുകൾ ഏതൊക്കെയാണ്? കമ്പ്യൂട്ടർ സയൻസിൽ നമ്മൾ പഠിക്കേണ്ടത് സാധാരണഗതിയിൽ നമ്മൾ ആദ്യം തന്നെ ഇത് ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിച്ചിട്ട് വേണം നമ്മൾ തുടങ്ങാനായിട്ട്. സാധാരണഗതിയിൽ C അല്ലെങ്കിൽ പൈത്തൺ, C++, ജാവ അങ്ങനത്തെ ലാംഗ്വേജുകൾ പഠിച്ചിട്ടായിരിക്കും നമ്മൾ തുടങ്ങുക. അതിനുശേഷം ഡാറ്റ സ്ട്രക്ചേഴ്സ്, കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, ഇത്തരത്തിലുള്ള കോർ സബ്ജക്റ്റുകൾ എന്ന് പറയും. നമ്മൾ ഈ കോർ സബ്ജക്റ്റുകൾ നമ്മൾ കൂടുതൽ പഠിക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മളൊരു ഇൻഡസ്ട്രിയിൽ നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ചെല്ലുമ്പോൾ ഈ കോർ സബ്ജക്ട്സിൻ്റെ ഒരു എക്സ്റ്റൻഷനാണ് അവിടെ കൂടുതലും വരുന്നത്. അപ്പോൾ ഈ കോർ ബേസിക്സ് നമ്മൾ ഓക്കെ ആണെങ്കിൽ അതിൻ്റെ അഡ്വാൻസ്ഡ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ നമുക്കവിടെ കൂടുതൽ പെട്ടെന്ന് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഈ BTech കോഴ്സുകളിൽ കൂടുതലും നടക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫൗണ്ടേഷൻസ്, ഓരോ സബ്ജക്ട്സിൻ്റെയും ഫൗണ്ടേഷൻസ് നല്ലോണം ഉണ്ടാക്കലാണ് ഇവിടെ നടക്കുന്നത്. അതാണ് അപ്പോൾ പ്രധാനപ്പെട്ട സബ്ജക്ട്സ് ഇതൊക്കെയാണ്. നെറ്റ്വർക്ക്സ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റംസ്, ഡാറ്റ സ്ട്രക്ചേഴ്സ്, DBMS, ഇതൊക്കെയാണ്
കമ്പ്യൂട്ടർ സയൻസിലുള്ള പ്രധാനപ്പെട്ട സബ്ജക്റ്റുകൾ. ഇപ്പോൾ എല്ലാവർക്കും ഇപ്പോൾ എനിക്ക് തോന്നുന്നു +2 കഴിഞ്ഞിട്ടല്ലേ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ എടുക്കുന്നത്. ഈ +2 കഴിയുമ്പോഴേക്കും എല്ലാവർക്കും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ കൊള്ളാം എന്നുള്ളൊരു ഇതാണല്ലോ. കാരണം ഇപ്പോഴത്തെ ഒരു ടെക്നോളജി ലൈഫിൽ നമുക്കത് പല കുട്ടികൾക്കും തോന്നാം അത് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് ഓക്കെ ആവും എന്നുള്ളൊരു രീതി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ഒരു കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കാം, അത് ആർക്കങ്ങനെ തിരഞ്ഞെടുക്കാം എന്നുള്ളൊരു എങ്ങനെയാണത് മനസ്സിലാക്കാൻ പറ്റുക എങ്ങനെയുള്ള കുട്ടികൾക്ക്, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, MBTI പോലെയുള്ള ടെസ്റ്റുകൾ ചെയ്തു നോക്കാം. പിന്നെ നമുക്ക് തന്നെ അത് മനസ്സിലാവും. ഇപ്പോൾ ചില കുട്ടികളോട് നമ്മളൊരു പ്രോഗ്രാമിംഗ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഇപ്പോൾ കണ്ടിട്ടുണ്ടോ, ചില കുട്ടികൾ തന്നെ വെബ്സൈറ്റ് ഡെവലപ്പ് ചെയ്യുക, ഇൻസ്റ്റാഗ്രാം തന്നെ കോൺഫിഗർ ചെയ്യുക. ഇപ്പോൾ തന്നെ ശ്രീജിതയുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ അറിയാമല്ലോ, നിങ്ങളുടെ കുട്ടികളും ഇപ്പോൾ എൻ്റെ മകളൊക്കെ ആണെങ്കിലും ഒക്കെ ആപ്സ് ഒക്കെ തന്നെ ഇൻസ്റ്റാൾ ചെയ്യും. ഒരു എറർ വന്നു കഴിഞ്ഞാൽ അവർ തന്നെ ഇന്റർനെറ്റ് സൈറ്റുകളിൽ പോയിട്ട് അവർ കറക്റ്റ് ചെയ്യും. അല്ല, അവർ ആരോടെങ്കിലും ചോദിക്കുന്നുണ്ടോ? ഒന്നുമില്ല. ഇപ്പം ഈവൺ കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിട്ടുള്ള എൻ്റെ തന്നെ എനിക്ക് വരുന്ന ചില പ്രശ്നങ്ങൾ ഞാൻ മകളോട് ചോദിക്കാറുണ്ട്. സത്യം അവൾ ചെയ്യും, കൂളായിട്ട് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർ നാച്ചുറലി കമ്പ്യൂട്ടർ സയൻസ് എടുക്കുമ്പോൾ വളരെ നന്നായിട്ട് വരും അത്. അപ്പം അങ്ങനെ നമ്മൾ മനസ്സിലാക്കുന്ന ആ ഒരു ഡിസിഷൻ വളരെ പ്രധാനമാണ്. കാരണം ഇപ്പം കണ്ടുവരുന്നത് പലരും നമുക്ക് താല്പര്യമില്ലാത്ത മേഖലയിൽ കുറേ കാലം വർക്ക് ചെയ്തിട്ട് പിന്നീടായിരിക്കും നമ്മളത് കറക്റ്റ് ചെയ്യേണ്ട ഒരു അവസ്ഥ വരുന്നത്. സാർ, അതുപോലെ തന്നെ MCA, BTech കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് BTech IT, അതുപോലെ തന്നെ BTech AI ആൻഡ് DS, ഇവ തമ്മിലുള്ള ഡിഫറൻസ് ഒന്ന് പറയാമോ പൊതുവായിട്ട്? വളരെ നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ കുട്ടികൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ അനുഭവിക്കുന്ന ഒരു കാര്യമാണിത്. ഇതിൽ ഏത് വേണം എന്നുള്ളത്. എല്ലാ കോഴ്സുകളും നല്ലതാണ്. കാരണം ഇത് ഏത് കോഴ്സുകൾ ചെയ്താലും നമ്മൾ സാധാരണഗതിയിൽ അവരെല്ലാവരും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്നുള്ള ഒരു പ്രൊഫഷനിലേക്കാണ് ഇവരെല്ലാവരും വരുന്നത്. പിന്നെ നമ്മൾ പറയുമ്പോൾ BTech കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന കോഴ്സാണ് എല്ലാവരും ഓപ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ BTech CS-ഉം BTech IT-യും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നുള്ളത് എല്ലാവരും ഇങ്ങനെ ചോദിക്കുന്ന ഇപ്പോൾ പല കോളേജുകളിലും അതുണ്ട്. അപ്പോൾ ഞാനത് എൻ്റെ അഭിപ്രായമല്ല, ഞാൻ ലിറ്ററേച്ചർ വായിച്ചപ്പോൾ അതിലൊരു രസകരമായിട്ടുള്ള എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു കാർ ഉണ്ടാക്കുന്ന കമ്പനിയുടെ ആ കാർ ഉണ്ടാക്കുന്ന ടെക്നോളജി പഠിക്കുന്നതാണ് CS കമ്പ്യൂട്ടർ സയൻസ്. എന്നാൽ ആ കാർ ഓടിക്കാൻ ആ ഡ്രൈവിംഗ് പഠിപ്പിക്കുന്ന ഒരു സ്ട്രീമാണ് IT. ഇത് വളരെ റഫായിട്ടുള്ള ആട്ടോ, ഇതൊരു കൃത്യമായിട്ടുള്ളൊരു ഇതല്ല. അതെ, ഞാൻ ലിറ്ററേച്ചറിൽ നിന്ന് ഞാൻ വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയൊരു ആൻസറാണ്. അപ്പോൾ IT-യും ഡെഫിനറ്റ്ലി വളരെ നല്ലതാണ്. കാരണം അതിൻ്റെ IT പഠിക്കുമ്പോൾ നമ്മൾ കൂടുതലും അതിൽ വരുന്നത് നെറ്റ്വർക്ക് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ കോൺഫിഗറേഷൻ, മാനേജ്മെൻറ്റ്, അങ്ങനെയാണ് കൂടുതലും. അപ്പോൾ ഇറ്റ് ഇസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു കമ്പ്യൂട്ടർ സയൻസ് അലോൺ. കമ്പ്യൂട്ടറുമായിട്ട് അലീഡ് ആയിട്ടുള്ള എല്ലാ ടെക്നോളജീസും അതിൽ വരും. മൊബൈൽ ടെക്നോളജീസ്, ബ്ലോക്ക് ചെയിൻ, അങ്ങനത്തെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള എല്ലാം IT-യിൽ പഠിക്കും. വേറെ കമ്പ്യൂട്ടർ സയൻസ് ഇസ് സംതിങ് കോർ. അതായത് അതിൻ്റെ മൈക്രോ പ്രോസസ്സേഴ്സ്, ഹാർഡ്വെയർ, കമ്പൈലർ, ഡിസൈൻ, അങ്ങനെ എല്ലാ കോർ, അതായത് നേരത്തെ പറഞ്ഞ പോലെ കാറിനെ ഉണ്ടാക്കാൻ സഹായിക്കുന്ന സാധനങ്ങളാണ് കമ്പ്യൂട്ടർ സയൻസിൽ കൂടുതലും വരുന്നത്. പിന്നെ നേരത്തെ ചോദിച്ചു MCA, MSc സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, ഇതെല്ലാം തന്നെ നല്ല കോഴ്സുകളാണ്. പക്ഷേ എന്താ പറയുക, ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ BTech എന്ന് പറയുമ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണയാണ് MCA ഗുണമില്ല, അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം എന്ത് കോഴ്സുകൾ നമ്മൾ പഠിച്ചാലും നമ്മൾ ഫൈനലി ഇവരെല്ലാവരും ചെയ്യുന്നത് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ജോലികളാണ്. പിന്നെ എഞ്ചിനീയറിംഗ് കോഴ്സുകളുള്ള ഒരു പ്ലസ് പോയിൻ്റ് എന്ന് പറയുന്നത്, എഞ്ചിനീയറിംഗിൽ നമ്മൾ കുറച്ച് കോർ എഞ്ചിനീയറിംഗ് സബ്ജക്ട്സ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ അതായത് നമ്മളൊരു കമ്പ്യൂട്ടർ എഞ്ചിനീയർ എന്ന് പറയുമ്പോൾ അയാൾ കുറച്ച് ഇലക്ട്രോണിക്സ് പഠിക്കും, അയാൾ കുറച്ച് സിവിൽ എഞ്ചിനീയറിംഗ് ബേസിക്സ് പഠിക്കുന്നുണ്ട്, മെക്കാനിക്കൽ ബേസിക്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക്, കാരണം കമ്പ്യൂട്ടർ സയൻസ് നമ്മൾ പഠിക്കുമ്പോൾ നമുക്കത് എവിടെ അപ്ലൈ ചെയ്യാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ നമ്മൾ പോകുന്നത് ഒരു സിവിൽ എഞ്ചിനീയറിംഗ് കൺസ്ട്രക്ഷൻ സോഫ്റ്റ്വെയർ ഉണ്ടാക്കാനായിരിക്കും. അപ്പോൾ കൺസ്ട്രക്ഷൻ എഞ്ചിനീയറിങ്ങിനെ പറ്റിയിട്ടുള്ളൊരു ബേസിക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലെങ്കിൽ മെക്കാനിക്കൽ ഓട്ടോമേഷൻ, ഒരു മെഷീനിൻ്റെ ഒരു സെൻസേഴ്സ്, IoT ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് മെഷീനിനെ പറ്റിയിട്ടൊക്കെ അറിഞ്ഞിരിക്കണം. അതുകൊണ്ട് ബേസിക്സ് ഓഫ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് എന്നൊരു പേപ്പർ നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ എപ്പോഴും ചോദിക്കും, സാറേ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട്സിലൊക്കെ നല്ല മാർക്ക് കിട്ടുന്നുണ്ട്, പക്ഷേ ഞങ്ങൾക്ക് ഈ സപ്ലി വരുന്നത് മുഴുവൻ മറ്റ് സബ്ജക്റ്റുകളിലാണ്.
അപ്പോൾ ഞങ്ങളിതൊക്കെ പഠിക്കേണ്ട ആവശ്യം എന്താ എന്ന് വന്നിട്ട് ഇങ്ങനെ കുട്ടികൾ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറയും നമുക്ക് ആവശ്യം ചിലപ്പോൾ ഇപ്പോഴായിരിക്കില്ല വരണേ, ചിലപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടായിരിക്കും വരുന്നത്. ഫ്യൂച്ചറിലായിരിക്കും. കാരണം ഇതെല്ലാം ബന്ധപ്പെട്ട കിടക്കുന്നതേ, നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാ അറിവുകളും ഓരോ മിനിറ്റിലും നമുക്ക് കിട്ടുന്നത് വർക്ക് ചെയ്ത് തുടങ്ങുമ്പോഴാണ്. തീർച്ചയായിട്ടും ചിലപ്പോൾ നമ്മളിത് പോയിട്ട് കമ്പ്യൂട്ടർ സയൻസ് ആണെങ്കിൽ ഇത് നമ്മൾ പോയിട്ട് അപ്ലൈ ചെയ്യുന്നത് മറ്റൊരു ഫീൽഡിലായിരിക്കും. അപ്പോൾ എഞ്ചിനീയറിംഗ്, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് ആയാലും ബിടെക് IT ആയാലും അവിടെയൊക്കെ നമ്മൾ മറ്റ് കാര്യങ്ങൾ കൂടി, മറ്റ് എഞ്ചിനീയറിംഗ് ബ്രാഞ്ചുകൾ കൂടി നമ്മൾ ടച്ച് ചെയ്ത് പോവും. വേറാസ് MCA MSc സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് മുതലായിട്ടുള്ള അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് MSc കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് MCA IMCA ഇപ്പോൾ പല കോളേജുകളിലുള്ളൊരു കോഴ്സാണ്. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ എഞ്ചിനീയറിംഗ് കിട്ടാതെ വരുന്നവർക്ക്, ഇപ്പോൾ എല്ലാവർക്കും എഞ്ചിനീയറിംഗ് എൻട്രൻസ് പാസ്സാവാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ അവർക്കും ഒരു സോഫ്റ്റ്വെയർ പ്രൊഫഷനിലേക്ക് വരാനായിട്ട് നമുക്ക് ഈ ഒരു കോഴ്സ് ചെയ്യുന്നത് നന്നായിരിക്കും. അതായത് 5 വർഷം കൊണ്ടുള്ളൊരു കോഴ്സാണ് ഇൻറ്റഗ്രേറ്റഡ് MCA എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻറ്റഗ്രേറ്റഡ് MSc കമ്പ്യൂട്ടർ സയൻസ്. അപ്പോൾ നമുക്ക് പ്രീ ഡിഗ്രി കഴിഞ്ഞ് 5 വർഷം കഴിയുമ്പോഴേക്കും ഒരു PG ഡിഗ്രി ആയിട്ട് പോവാം അതിൽ. അപ്പോൾ ഇതാണ് ഇപ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞു, ബിടെക് കമ്പ്യൂട്ടർ സയൻസ് പറഞ്ഞു, ബിടെക് IT പറഞ്ഞു, ഇൻറ്റഗ്രേറ്റഡ് കോഴ്സസ് ആയിട്ടുള്ള MCA MSc ഇതൊക്കെ പറഞ്ഞു. ഇനി ബാക്കി നിൽക്കുന്നത് AI and DS ആണ്. ഇപ്പോഴത്തെ ഒരു പുതിയ ഒരു ട്രെൻഡാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ് എന്ന് പറയുന്നത്. അത് തീർച്ചയായിട്ടും എല്ലാവരുടെ ഒരു പേടിയാണ്. ഇപ്പോൾ AI വന്നു കഴിഞ്ഞാൽ ജോലി പോകുമോ, കമ്പ്യൂട്ടർ സയൻസുകാരുടെ എല്ലാം ജോലി പോകുമോ എന്നൊക്കെയുള്ളത് ഭയങ്കര സംശയമാണ്. അപ്പോൾ എൻ്റെ കുറേ ആവശ്യമില്ലാത്തൊരു അതെ. അപ്പോൾ എൻ്റെ പല സുഹൃത്തുക്കളും US അവർ പലരുമായിട്ട് ഞാൻ ഇടയ്ക്ക് സംസാരിക്കാറുണ്ട്. അപ്പോൾ അവർ പറഞ്ഞത് AI ഈസ് ജസ്റ്റ് എ ടൂൾ എന്നാണ്. AI ഒരു ടൂള് മാത്രമാണ്. AI മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു സോഫ്റ്റ്വെയർ ഓട്ടോമേറ്റ് ചെയ്യാനോ പറ്റില്ല. കാരണം AI ഉണ്ടാക്കുന്ന സോഫ്റ്റ്വെയർസ് പലപ്പോഴും ഒരു എന്താ പറയുക, ഒരു സ്കെൽട്ടൺ പോലെയായിരിക്കും. അതിനെ കറക്റ്റായിട്ട് കറക്റ്റ് ചെയ്യണമെങ്കിൽ ആ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അറിയുന്ന ആൾക്കാർ തന്നെ വേണം, അല്ലേ? ഇപ്പോൾ ഒരു AI ഉപയോഗിച്ചിട്ട് നമ്മളൊരു കോഡ് ജനറേറ്റ് ചെയ്തു, ഇപ്പോൾ ഒരു ടെൻസർ ഫ്ലോയിലോ അല്ലെങ്കിൽ ജാവയിലോ ഒരു കോഡ് ജനറേറ്റ് ചെയ്താൽ അത് നേരെ ഇട്ട് കഴിഞ്ഞാൽ ഇറ്റ് മേ നോട്ട് വർക്ക്. ഇറ്റ് ഹാസ് ടു ബി കറക്റ്റഡ് ബൈ എൻ എഞ്ചിനീയർ. അപ്പോൾ അതിന് ജാവയോ പൈത്തണോ അറിയുന്ന ആൾക്കാർ തന്നെ വേണം. അപ്പോൾ അതുകൊണ്ട് AI വന്നു കഴിഞ്ഞാൽ എല്ലാ തൊഴിലവസരങ്ങളും നഷ്ടപ്പെടുമെന്നുള്ളത് എനിക്ക് തോന്നുന്നത് പേഴ്സണലി എൻ്റെ മാത്രം അഭിപ്രായമല്ല. ഞാൻ ഒരുപാട് വായിച്ചും ഒരുപാട് എക്സ്പെർട്സുമായിട്ട് ചോദിച്ചിട്ട് അത് റോങ് ഇൻഫർമേഷനാണ്. AI വിൽ ഡെഫിനറ്റ്ലി സ്റ്റേ ഹിയർ, ബട്ട് ഇറ്റ് വിൽ എന്താ പറയുക, ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ പ്രൊഡക്ഷൻ, ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ദി സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സ്. ഇപ്പോൾ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് പ്രോസസ്സിൽ ഡെഫിനറ്റ്ലി മാൻ പവർ എന്താ പറയുക, അവരെ ഹെൽപ്പ് ചെയ്യാനും പല ജോലികളെ കുറച്ചും കൂടി എഫിഷ്യൻ്റ് ആൻഡ് ഫാസ്റ്റർ ആക്കുവാനും AI സഹായിക്കും. അപ്പോൾ അതുകൊണ്ട് ബിടെക് AI ആൻഡ് DS എന്നുള്ള കോഴ്സ് നല്ലത് തന്നെയാണ്. പിന്നെ ജനറലി ഒരു എക്സ്പേർട്സ് ഇങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ട്, എപ്പോഴും നമ്മളൊരു കോർ എഞ്ചിനീയറിംഗ് ബ്രാഞ്ച് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് കഴിഞ്ഞാൽ എങ്ങോട്ട് വേണമെങ്കിലും ഡൈവേർട്ട് ചെയ്യാം. ഇപ്പോൾ നമ്മളിപ്പോൾ MBBS കഴിഞ്ഞിട്ട് നേരെ ഇപ്പോൾ സർജറിയിലേക്കല്ലല്ലോ പോകുന്നത്. ആദ്യം പീപ്പിൾ ടേക്ക് MBBS, ദെൻ ദേ സ്പെഷ്യലൈസ്, അല്ലേ? ഗൈനിക് അല്ലെങ്കിൽ വേറെ അങ്ങനെ ഓരോരോ ഇതിലേക്ക് സ്പെഷ്യലൈസ് ചെയ്യുന്നത് പോലെ അതിനുശേഷം വേണമെങ്കിൽ MTech ആയിട്ട് നമുക്ക് AI ആൻഡ് DS പോവാം. അപ്പോൾ ഇറ്റ് ഈസ് ഓൾ അപ് ടു യു. ഇഫ് യു ആർ സോ പാഷനേറ്റ് ഇൻ AI ആൻഡ് DS, യു ക്യാൻ ഡയറക്ട്ലി ഗോ ടു ബിടെക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡാറ്റ സയൻസ്. അപ്പോൾ ഇത്തരം കോഴ്സുകളുടെ പ്രത്യേകത, ഡാറ്റ സയൻസ് എന്നുള്ള കോഴ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പ്രോഗ്രാമിംഗ് ഇച്ചിരി കുറവാണ്. അതായത് നമ്മൾ ഡേറ്റയുടെ അനാലിസിസ് ആണ് അവിടെ നടക്കുന്നത്. ഡേറ്റ എടുത്തിട്ട് യു അനലൈസ്. ഫോർ എക്സാമ്പിൾ ഇറ്റ് ഈസ് കോൾഡ് ഡാറ്റ വിഷ്വലൈസേഷൻ. ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് അത് നമ്മൾ നോക്കിയിട്ട് അടുത്ത ഒരു 10 yearsലേക്കുള്ള അതിൻ്റെ ഒരു പ്രൊജക്ഷൻ, കമ്പനിക്ക് ഇത്ര പ്രോഫിറ്റ് കിട്ടാനായിട്ട് എത്ര കണ്ട് നമുക്ക് ലാഭം ഉണ്ടാകും, എത്ര വർഷമെടുക്കും അത് പ്രോഫിറ്റിലേക്ക് വരാൻ മുതലായിട്ടുള്ള അനാലിറ്റിക്സിന് എപ്പോഴും നമുക്ക് AI ആൻഡ് DS അല്ലെങ്കിൽ ഡാറ്റ സയൻസ് റിലേറ്റഡ് കോഴ്സുകൾ വളരെ നല്ലതാണ്. ഡാറ്റ വിഷ്വലൈസേഷൻ, ഇപ്പോൾ പവർ BI അത്തരം കോഴ്സുകൾ ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ നമ്മളിപ്പോൾ ചോദിച്ച ചോദ്യത്തിന് എല്ലാ കോഴ്സുകളും നമ്മൾ ടച്ച് ചെയ്തു പോയി. അപ്പോൾ ഇതിൽ ഏതാ നല്ലത് എന്നുള്ളത് ഇറ്റ് ഈസ് ഓൾ റിലേറ്റീവ് ആണ്. നമ്മുടെ പാഷൻ എന്താണോ, നമുക്ക് നാച്ചുറലി ഏത് കോഴ്സിനോടാണോ നമുക്കൊരു താല്പര്യമുള്ളത് ആ കോഴ്സിലേക്ക് നമ്മൾ ചേരുന്നതാണ് എപ്പോഴും നല്ലത്. ഇതെല്ലാം വരുന്ന ഒരു 7-8 വർഷത്തേക്ക് തീർച്ചയായിട്ടും ജോലി സാധ്യതയുള്ള കോഴ്സുകൾ തന്നെയാണ്. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ആയാലും IT ആയാലും AI സ്കിൽസ് നമ്മൾ എപ്പോഴും അപ് ടു ഡേറ്റ് ആയിരിക്കണം. ഇപ്പോൾ എൻ്റെ തന്നെ യൂണിവേഴ്സിറ്റിയിലേക്കുള്ള സ്റ്റുഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ എപ്പോഴും പുതിയ AI
ടൂൾസും പുതിയത് ഇറങ്ങിയാൽ വരെ അവർ ദേ ലേൺ. ഇപ്പോഴത്തെ ഒരു പുതിയൊരു ട്രെൻഡാണ് വൈബ് കോഡിംഗ് എന്ന് പറയും. വൈബ് കോഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോഗ്രാമിംഗ് അറിയാത്ത ഒരാൾക്ക് പോലും ദാറ്റ് ഈസ് കോൾഡ് സിറ്റിസൺ അതായത് സിറ്റിസൺ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. എനി സിറ്റിസൺ ക്യാൻ ബിക്കം എ പ്രോഗ്രാമിങ്ങിനെ പറ്റി ഒരു അറിവുമില്ലാതെ നമുക്ക് കോഡ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു സാധനമാണ് വൈബ് കോഡിംഗ്. അപ്പോൾ ഇനി അങ്ങോട്ടേക്ക് ചിലപ്പോൾ അതിലേക്കായിരിക്കും ലോകം പോകുന്നത്. അപ്പോൾ നമ്മൾ അവിടെ പ്രോഗ്രാമിംഗ് ഇല്ലാതെ ആവുന്നില്ല, പക്ഷേ അതിന് നമ്മൾ ചില ടൂളുകൾ ഉപയോഗിച്ചിട്ട് നമ്മൾ അത് ചെയ്യുമ്പോൾ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമാവുമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ ഫൈൻ. ഓക്കെ സാറ് നമ്മൾ ചോദിച്ച ക്വസ്റ്റിന് വളരെ ഭംഗിയായിട്ട് നമുക്കത് ആൻസർ ചെയ്തു. അതിൽ നിന്ന് ഇത്രയും നാൾ ഈ ഒരു അധ്യാപന ഇതിലായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ സാറ് പറയുന്നത് എനിക്ക് നല്ലോണം എനിക്ക് തന്നെ ഇതിൽ പല കാര്യങ്ങളും അറിയുന്നുണ്ടായിരുന്നില്ല. ഇപ്പം സാറ് പറഞ്ഞപ്പോൾ നമുക്കത് ഭംഗിയായിട്ട് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. സാറിൻ്റെ സ്റ്റുഡൻസിൻ്റെ ഭാഗ്യം. സാർ, നമുക്ക് അടുത്തതായിട്ട് ചോദിക്കാനുള്ളത് ഈ ഇലക്ട്രോണിക്സ്, ഫോട്ടോണിക്സ്, അതുപോലെ തന്നെ ബയോ ഇൻഫോർമാറ്റിക്സ്, ബയോടെക്നോളജി, ഇവ തമ്മിലുള്ളൊരു വ്യത്യാസം ഒന്ന് പറയാമോ? തീർച്ചയായിട്ടും. ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ ഹാർഡ്വെയർ ആസ്പെക്ട്സ് ഓഫ് എ കമ്പ്യൂട്ടറാണ്. അതായത് കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, അതിൻ്റെ സർക്യൂട്ട് ഡിസൈൻ, ഇലക്ട്രോണിക് സർക്യൂട്ട്സ്, അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ, അതായത് ടെലിവിഷൻ എഞ്ചിനീയറിംഗ്, മൈക്രോവേവ്, VLSI എന്നൊക്കെ പറയുന്ന വെരി ലാർജ് സ്കെയിൽ ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സ്, അങ്ങനെ ചിപ്പുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളും അതിൻ്റെ ഹാർഡ്വെയറും അതിൻ്റെ സിഗ്നൽസ്, ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, TV എങ്ങനെ പ്രവർത്തിക്കുന്നു, ട്രബിൾ ഷൂട്ട് ചെയ്യുന്നു, അത്തരം കാര്യങ്ങളാണ് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ EC എന്ന് പറയുന്നത്. അപ്പോൾ പല ആൾക്കാർക്കുള്ളൊരു കൺഫ്യൂഷനാണ് ഈ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗും ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗും തമ്മിലുള്ളൊരു കൺഫ്യൂഷൻ. ഈ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന കോഴ്സിൽ കൂടുതലും ദേ ഗീവ് പ്രയോറിറ്റി ടു കോർ ഇലക്ട്രിക്കൽ കൺസെപ്റ്റ്സ്. ഇലക്ട്രിക്കൽ കൺസെപ്റ്റ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, പവർ ഇലക്ട്രോണിക്സ്, അങ്ങനെ വൈദ്യുതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അങ്ങനത്തെ കാര്യങ്ങളാണ് അതിൽ വരുന്നത്. ജനറേറ്റേഴ്സ്, AC ജനറേറ്റേഴ്സ്, അതാണ് അവിടെ വരുന്നത്. പക്ഷേ ഇലക്ട്രോണിക്സ് എന്ന് പറയുമ്പോൾ കുറേയും കൂടി സർക്യൂട്ട്സ്, മൈക്രോ ചിപ്പുകൾ, അങ്ങനത്തെ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ഹാർഡ്വെയർ, അതാണ് അവിടെ വരുന്നത്. അതുകൊണ്ടാണ് ആ കോഴ്സിൻ്റെ രണ്ടിൻ്റെയും പേര് ഡിഫറെൻ്റ് ആവാൻ കാരണം. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്. ഇപ്പം ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണെങ്കിലും ഞങ്ങളുടെ ബ്രാഞ്ചിൽ പോലും, അതായത് ഇപ്പോൾ അമേരിക്കയിലുമൊക്കെയുള്ള യൂണിവേഴ്സിറ്റികളിൽ മെജോറിറ്റി ഓഫ് ദ പ്രൊഫസേഴ്സ് ആർ ഫ്രം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്. അതായത് എഞ്ചിനീയറിംഗിൽ ആദ്യം ഉണ്ടായിട്ടുള്ള കോർ ബ്രാഞ്ചുകളാണ് സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രിക്കൽ. അപ്പോൾ ഈ പഴയ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സാണ് പിന്നീട് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് ആയത്. അതിനുശേഷമാണ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയേഴ്സ് കമ്പ്യൂട്ടർ സയൻസ് അതിലേക്ക് വന്നത്. അപ്പോൾ അതാണ് ഇലക്ട്രോണിക്സ്. പിന്നെയുള്ളതാണ് ഫോട്ടോണിക്സ്. അതായത് ഫോട്ടോണിക്സിൽ എന്ന് പറയുന്നത് പ്രകാശ കണികകൾ, അതാണ് ഫോട്ടോൺസ്. അതായത് പ്രകാശം എന്ന് പറയുന്നത് അത് കണികകൾ വഴിയാണ് അത് വരുന്നത്. അപ്പം പ്രകാശ കണികകളെ പറ്റിയിട്ടുള്ള പഠനമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഒപ്റ്റിക് ഫൈബേഴ്സ് എന്നൊക്കെ കേട്ടിട്ടില്ല, ഒപ്റ്റിക് ഫൈബേഴ്സ്. അപ്പോൾ അതിലെന്താ നടക്കുന്നത്? വൈദ്യുതി ഉപയോഗിച്ച് എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റുമോ അതിനെയെല്ലാം പ്രകാശ കണങ്ങൾ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അന്വേഷണമാണ് ഫോട്ടോണിക്സ്. കൂടുതലും വരുന്നത് കുറേയും കൂടി അഡ്വാൻസ്ഡ് ആണ് ഇത്. അപ്പോൾ ഇതിലെന്ന് പറയുന്നത് നമ്മൾ ഒപ്റ്റിക് ഫൈബർ എന്നൊക്കെ പറയുന്ന, നമ്മൾ വൈദ്യുതി ഇലക്ട്രിക്കൽ കണക്ഷൻസ് വെച്ചിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ പ്രകാശ കണികകൾ വെച്ചിട്ട് ചെയ്യാനുള്ള ശ്രമമാണ്. ഇലക്ട്രിക്കൽ ലൈറ്റ്സ്, അങ്ങനത്തെ വൈദ്യുതി കണങ്ങളാണ് അതുള്ളതിനെ നമ്മൾ അപ്പോൾ ഇലക്ട്രോണിക്സിൽ തന്നെ ദ സയൻസ് ദാറ്റ് യൂസസ് ദ ലൈറ്റ് പാർട്ടിക്കിൾസ്, അതാണ് ഫോട്ടോണിക്സ്. അപ്പോൾ ഫോട്ടോണിക്സും ഈ പറഞ്ഞ മാതിരി വളരെ ഒരു എമർജിങ് ആയിട്ടുള്ള ഗവേഷണ സാധ്യതകളുള്ള ഒരു മേഖലയാണ്. പിന്നെ ചോദിച്ചത് ബയോ ഇൻഫോർമാറ്റിക്സ്. ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ജീൻ എക്സ്പ്രഷൻ, അതായത് മനുഷ്യൻ്റെ ജീൻസ്, DNAs എന്നൊക്കെയുള്ള മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള ആ ഘടകങ്ങൾ, ആ ഒരു ഘടകങ്ങളെ പറ്റിയിട്ട് പഠിച്ച് രോഗങ്ങളുടെ സാധ്യതകളൊക്കെ പറയാനുള്ള ജെനറ്റിക്സ്, ജിനോമിക് ഡേറ്റ എന്നൊക്കെ പറയുന്ന, അതായത് ഒരു പർട്ടിക്കുലർ ജീൻ സീക്വൻസ് നോക്കിയിട്ട് ഈ വ്യക്തിക്ക് ക്യാൻസറിന് സാധ്യതയുണ്ടോ, ഈ ജീൻ സീക്വൻസ് നോക്കിയാൽ ഈ വ്യക്തിക്ക് ഡയബറ്റീസിന് സാധ്യതയുണ്ടോ എന്നുള്ള പഠനം. ബയോളജി പ്ലസ് കമ്പ്യൂട്ടർ സയൻസ്, ബയോളജിയും കമ്പ്യൂട്ടർ സയൻസും ചേർന്നിട്ടുള്ള ഒരു ശാഖയാണ് ബയോ ഇൻഫോർമാറ്റിക്സ് എന്ന് പറയുന്നത്. അതെ. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിലൊക്കെ ബയോ ഇൻഫോർമാറ്റിക്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് വളരെ.
പ്രശസ്തമായിട്ടുള്ള ഡോക്ടർ അച്യുത് ശങ്കർ എന്നൊക്കെ പറയുന്ന, അപ്പോൾ ഇൻഫർമാറ്റിക്സിൻ്റെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ബ്രാഞ്ചാണ് അത്. അതായത് ഇറ്റ്സ് എ സ്പെഷ്യലൈസേഷനാണ്. കമ്പ്യൂട്ടർ സയൻസിലെ തന്നെ ഡാറ്റാ സയൻസിനെയും ബയോളജിയെയും കൂടി ബന്ധപ്പെടുത്തുമ്പോഴുള്ള ഒരു ശാസ്ത്രമാണ് ബയോ ഇൻഫർമാറ്റിക്സ്. അതൊരു ഗവേഷണ മേഖല കൂടിയാണ്. പിന്നെയുള്ളതാണ് ബയോടെക്നോളജി. ബയോടെക്നോളജി എന്ന് പറയുന്നത് ജീവികളുടെ ജീനുകളിൽ ഡി എൻ എസിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ട് പുതിയൊരു സ്പീഷീസ്, അത്തരത്തിലുള്ള അങ്ങനെയുള്ളൊരു ഇതാണ്. അതുപോലെ തന്നെ വാക്സിൻസിൻ്റെ ഡെവലപ്മെൻറ്റ്, ഇത്തരത്തിലുള്ള പഠനങ്ങളാണ്. അതെ, ഒരുപാട് അത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് ഗവേഷണങ്ങളാണ്. ഈ ഡി എൻ എ സീക്വൻസിൻ്റെ മോഡിഫിക്കേഷനും ഒരു പുതിയ ഡിസീസിൻ്റെ സൊല്യൂഷൻസ്, പുതിയൊരു ഡ്രഗ് തന്നെ ആ ജനറ്റിക് വേരിയേഷൻസ് കൊണ്ട് ഈസ് ദർ എ പോസിബിലിറ്റി. ഈ വാക്സിൻസിൻ്റെ ജനറേഷൻസ് ഒക്കെ ചെയ്യുന്നത് കൂടുതലും ബയോടെക്നോളജിസ്റ്റുകളാണ്. അപ്പോൾ ഈ വാക്സിനേഷൻ അങ്ങനത്തെ ആ കാര്യങ്ങളാണ് ബയോടെക്നോളജി നടത്തുന്നത്. അപ്പോൾ ഇത് എല്ലാം വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ബയോടെക്നോളജി, ബയോ ഇൻഫർമാറ്റിക്സ്, ഇതെല്ലാം വളരെ ക്ലോസ്ലി റിലേറ്റഡ് ആണ്. ഇതെല്ലാം കമ്പ്യൂട്ടർ സയൻസ്, ഇപ്പം ഇതെല്ലാം കമ്പ്യൂട്ടർ സയൻസ് ഇല്ലാതെ പറ്റില്ല എന്നുള്ളത് പോലെയാണ്. എസ്പെഷ്യലി ഇന്ത്യയിലല്ല, കൂടുതൽ ഇത്തരത്തിലുള്ള ബയോ ഇൻഫർമാറ്റിക്സ്, ബയോടെക്നോളജി മുതലായിട്ടുള്ള ഫീൽഡുകൾ കൂടുതലും അതിൻ്റെ ഗവേഷണങ്ങൾ കൂടുതലും നടക്കുന്നത് പുറം രാജ്യങ്ങളിലാണ്. ഇപ്പോൾ അമേരിക്ക, സിംഗപ്പൂർ പോലെയുള്ള രാജ്യങ്ങളിൽ ഇത്തരത്തിലുള്ള അഡ്വാൻസ്ഡ് വേറൊരു ഫീൽഡാണ് ഇൻഫർമാറ്റിക്സ് എന്ന് പറയും. കെമിസ്ട്രിയും കമ്പ്യൂട്ടർ സയൻസും കൂടി ബന്ധപ്പെടുത്തിയിട്ടുള്ള കെമിക്കൽ കോമ്പൗണ്ടുകളുടെ വിശകലനമാണ് അവിടെ നടക്കുന്നത്. അതായത് ഒരു തന്മാത്രയുടെ പാറ്റേൺസ്, ഏത് പാറ്റേൺ ആണ് കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നോക്കിയിട്ടുള്ള പഠനങ്ങളാണ് അവിടെ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ മെയിനായിട്ടും വ്യത്യാസങ്ങളുള്ളത് അല്ല സർ. അതുപോലെ നമുക്ക് ഈ കമ്പ്യൂട്ടർ സയൻസിൽ തന്നെ ഒരാൾക്ക് എങ്ങനെ ഒരു നല്ലൊരു കരിയർ കണ്ടെത്താം, അതിന് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച് വരുന്ന കുട്ടികൾക്കൊരു ടിപ്സ് പോലെ സാറിൻ്റെ ഒരു കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചിട്ട് ഒരു നല്ല പ്രൊഫഷനിലേക്ക് എത്താനായിട്ട് നമ്മൾ ആദ്യം വേണ്ടത് നല്ല പ്ലേസ്മെൻറ്റ് ഉള്ള ഒരു കോളേജ് സെലക്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഒരുമാതിരി ഇപ്പോൾ കേരളത്തിൽ ധാരാളം കോളേജുകളിൽ നല്ല പ്ലേസ്മെൻറ്റ് ഫെസിലിറ്റി ഉണ്ട്. അപ്പോൾ അങ്ങനെ നല്ല പ്ലേസ്മെൻറ്റ് ഫെസിലിറ്റി ഉള്ള ഒരു കോളേജ് തിരഞ്ഞെടുത്താൽ നമ്മുടെ പകുതി ജോലി തീർന്നു. കാരണം പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നാച്ചുറലി അവിടുന്ന് തന്നെ നല്ലൊരു പ്ലേസ്മെൻറ്റ് കിട്ടും. അതെ. അപ്പോൾ ഈ പ്ലേസ്മെൻറ്റ് കിട്ടുന്നതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പ്രൊഫൈൽ ബിൽഡിംഗ് എന്ന് പറയും. പ്രൊഫൈൽ ബിൽഡിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നല്ലൊരു പ്രൊഫൈൽ ഉണ്ടാക്കാം. കാരണം ഒരു കമ്പനിയിൽ ഇപ്പോൾ ധാരാളം കോളേജുകളും ധാരാളം ഇൻ്റർവ്യൂ ആപ്ലിക്കൻസ് വരുമ്പോൾ അവർ നാച്ചുറലി അവർ ബയോഡാറ്റ നോക്കും. അപ്പോൾ ബയോഡാറ്റ നല്ല അട്രാക്റ്റീവായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യാനായിട്ട് നല്ല കോമ്പറ്റീഷനാണ്. അപ്പോൾ കമ്പനികൾ കൂടുതലും നോക്കുന്നത് നിങ്ങൾ ഏതൊക്കെ ലൈവ് പ്രൊജക്ട്സ് ചെയ്തു, നിങ്ങൾ ഏതെല്ലാം സർട്ടിഫിക്കേഷൻസ് എടുത്തു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഉഡമി സർട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ IBM സർട്ടിഫൈഡ് ഡാറ്റ സയൻസ് പ്രൊഫഷണൽ, അങ്ങനെ നിങ്ങൾ ഏതെല്ലാം സർട്ടിഫിക്കേഷൻസ് എടുത്തു, ഏതെല്ലാം ഹാക്കത്തോൺസ്, ഇപ്പോൾ കുട്ടികളുടെ ഒരു പുതിയ ട്രെൻഡാണ്. അതായത് ടെക്നിക്കൽ ഫെസ്റ്റിവലിൽ പോയിട്ട് പേപ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യുക, കോമ്പറ്റീഷൻസ് അറ്റൻഡ് ചെയ്യുക, ഹാക്കത്തോൺസിൽ പങ്കെടുക്കുക. അപ്പോൾ നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ എന്താ ഉണ്ടാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബയോഡാറ്റ വളരെ നന്നായിട്ട് ബിൽഡ് ചെയ്ത് വരും. നോക്കുമ്പോൾ തന്നെ ഈ പയ്യൻ 7th സെമസ്റ്ററിൽ എത്തിയിട്ടുള്ളൂ, A+ ഗ്രേഡ് ഉണ്ട്, അവന് CGPA 9+ ഉണ്ട്. നോക്കുമ്പോൾ ഒരു 3 ലൈവ് പ്രൊജക്ട്സ്, റിസർച്ച് ലെവലിലുള്ള അവിടുത്തെ കൊളാബറേഷൻസ് വെച്ചിട്ടുള്ള ലൈവ് പ്രൊജക്റ്റുകൾ ചെയ്തിരിക്കുന്നു. അതുകൂടാതെ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്നു. അതുകൂടാതെ ഹാക്കത്തോൺസിൽ പോയിട്ടുള്ള പ്രൈസുകൾ, അങ്ങനെ നമ്മൾ പ്രൊഫൈൽ സർട്ടിഫിക്കേഷൻ അത് വളരെ പ്രധാനമാണ്. ഇപ്പോൾ റെഡ് ഹാറ്റ് സർട്ടിഫൈഡ് പ്രൊഫഷണൽസ്, ഡാറ്റ സയൻസ് പ്രൊഫഷണൽ, അങ്ങനത്തെ സർട്ടിഫിക്കേഷൻസ് എടുക്കുന്നതൊക്കെ നിങ്ങളുടെ പ്രൊഫൈലിൻ്റെ ഒരു സ്ട്രെങ്ത് കൂട്ടും. അപ്പോൾ അത് ചെയ്തില്ലെങ്കിലുള്ള പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പ്രൊഫൈൽ സ്ട്രെങ്ത് ഉള്ള ധാരാളം ആൾക്കാരുണ്ട്. അപ്പോൾ അതില്ലെങ്കിൽ നിങ്ങളെ എടുക്കാനുള്ള സാധ്യത അവിടെ കുറയുകയാണ്. അപ്പോൾ എനിക്ക് എപ്പോഴും കുട്ടികളോട് പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിങ്ങനെ ബിടെക്കിന് പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ നന്നാക്കാനുള്ള സ്റ്റെപ്സ് എടുക്കുക. കാരണം കമ്പനികൾ നോക്കുമ്പോൾ ഇങ്ങനെ ധാരാളം ഹാക്കത്തോൺസും ധാരാളം ടെക്നിക്കൽ സ്കിൽസൊക്കെ ലൈവ് പ്രൊജക്റ്റൊക്കെ ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉള്ളവർ വരുമ്പോൾ നമുക്ക് അത് വളരെ പ്രധാനമാണ് നമ്മുടെ പ്രൊഫൈൽ ബിൽഡ് ചെയ്യുക എന്നുള്ളത്.
പിന്നെ ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഫ്റ്റ് സ്കിൽസ് ഡെവലപ്മെൻ്റ് ആണ്. അതായത് പല ആൾക്കാരും ഇപ്പം നല്ല പ്രോഗ്രാമിംഗ് സ്കിൽസ് ഉണ്ടാവും, അതുപോലെ തന്നെ എന്താ പറയുക ടെക്നിക്കൽ സ്കിൽസൊക്കെ ഉണ്ടാവും, പക്ഷേ സംസാരിക്കുമ്പോൾ ഉള്ളൊരു പ്രശ്നം കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, ഒരു ടീം സ്കിൽസ് എന്ന് പറയും. അത് ശരിയാണ്. അതെ, അപ്പോൾ ഈ ടീം സ്കിൽസ് നമ്മൾ ബിൽഡ് ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യണം. അതുപോലെ തന്നെ പറ്റാവുന്നത്ര സ്പീച്ചസിൽ പങ്കെടുക്കണം, കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കണം. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ സോഫ്റ്റ് സ്കിൽസ് നന്നായിട്ട് വരും. അപ്പോൾ അങ്ങനെ സോഫ്റ്റ് സ്കിൽസും ടെക്നിക്കൽ സ്കിൽസും എല്ലാം ഒത്തുവരുമ്പോൾ ഒരു കമ്പനിയിൽ ജോലി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ ഇതെല്ലാം എന്തൊക്കെ പറഞ്ഞാലും നമുക്ക് എല്ലാവർക്കും ഒരു ഡെസ്റ്റിനി എന്ന് പറയുന്നൊരു സാധനമുണ്ട്, ഒരു യോഗം എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതുപോലെയൊക്കെ വരുള്ളൂ. ബാക്കിയെല്ലാം ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികൾക്കും ഇതുപോലെ നല്ല ജോലി കിട്ടട്ടെ, നല്ല നല്ല കോഴ്സുകളും സർട്ടിഫിക്കേഷൻസും എല്ലാം എടുത്തിട്ട് നല്ല ഒരു ഭാവി വരട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ സാർ, നമുക്കിത് വൈൻഡപ്പ് ചെയ്യാനുള്ളൊരു ടൈമായിരിക്കുകയാണ്. എന്തായാലും സാറ് നമുക്ക് വളരെ യൂസ്ഫുള്ളായിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മളായിട്ട് ഷെയർ ചെയ്തു. ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്കും ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞിരിക്കുന്ന ഇപ്പോൾ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിരിക്കുന്ന പലർക്കും ഉള്ളൊരു ഉത്തരമാണ് സാറിൽ നിന്ന് കിട്ടിയിരിക്കുന്നത്. നമ്മുടെ ഈ സെഗ്മെൻ്റ് കൊണ്ട് വളരെ കുറേ ആളുകൾക്ക് അതൊരു എന്താ പറയുക യൂസ്ഫുള്ളായി എന്നുള്ളൊരു ഇത് നമുക്ക് ഉണ്ട്. നമുക്കൊരു സന്തോഷം. അപ്പോൾ സാർ നമ്മുടെ ഈ സെഗ്മെൻറ്റിൽ വന്ന് നമുക്ക് ഇത്രയും നല്ലൊരു അഡ്വൈസ് നൽകിയതിനും താങ്ക്സ്. ഓക്കെ, താങ്ക് യു.